അത് ഗ്രൂപ്പായിട്ട് നല്ല അത് ഗ്രൂപ്പായിട്ട് വിൽക്കുകയും ചെയ്യുന്നു. അന്നേരം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അസസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കുടുംബശ്രീ ഈയിടെ നടത്തിയൊരു സ്ത്രീ പദവി പഠനം നടത്തിയായിരുന്നല്ലോ. സ്ത്രീ പദവി പഠനം ഇപ്പം കുടുംബശ്രീയുടെ ഇതായിട്ടല്ലേ? അന്നേരം എവിടെയെങ്കിലും നിങ്ങൾ ഇത് ഇവർക്ക് കിട്ടുന്ന വരുമാനം അത് എന്ത് ചെയ്യുന്നു എന്നുള്ള അത് അവരുടെ പേരിൽ എന്തെങ്കിലും അസറ്റായിട്ട് വരുന്നുണ്ടോ? വീട്ടു ചെലവിനാണ് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും മാഡം. ഇതിൽ നമ്മൾ ഈ കുടുംബശ്രീ മെമ്പർമാരാണെങ്കിൽ ഇവര് നമ്മൾ കൃഷിയിൽ താല്പര്യമുള്ള ആളുകളെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ടാണ് വെച്ചാൽ അവരെ യാതൊരു വിധത്തിലെ കൃഷി ചെയ്യാതിരുന്ന ആളുകളാണ്. അവർ താല്പര്യമുള്ളവരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന ആളുകൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പുകളാക്കുക ചെയ്തത്. അപ്പോൾ കൂൺ കൃഷി ചെയ്യുന്ന ഈ വനിതകൾക്ക് ശരാശരി ദിവസം 2 കിലോളം വരെ ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന ആളുകളുണ്ട്, കുറികളൊക്കെ ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട്, വീട്ടു ചെലവിന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാണെങ്കിലും അവർക്കൊരു വളരെ സ്വയം കയ്യിലൊരു വരുമാനം ഉണ്ടായതിന്റെ വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട് ഈ വനിത. വളരെ സന്തോഷം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഞാനിവിടെ ഈ ജൂറിയിലൊരു അംഗമായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച 3 ജൂറി മെമ്പർമാരുടെ ശ്രദ്ധയും അപ്രിസിയേഷനും നിങ്ങൾ പിടിച്ചുപറ്റി. ഇങ്ങനെ ആരും പിടിച്ചു പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അങ്ങേയറ്റം അനുമോദിക്കും. എനിക്കറിയേണ്ടത് ഒരു ചെറിയ കാര്യമാണ്. ഇപ്പം മാതൃകാ കാർഷിക ഗ്രാമം നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. എത്ര കൃഷിക്കാരുണ്ടായ? 50 ഫാമിലിയാണ്. 50 ഫാമിലി. അവിടെ കൊടുത്തിരിക്കുന്ന എന്റർപ്രൈസസ് എന്തെല്ലാമാണ്? അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ വയൽ താഴ്ന്ന പ്രദേശം മുൻകാലങ്ങൾ ഒരു 25 വർഷം മുന്നേ വയലായിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ പിന്നീട് അവർ നികത്തിയിട്ട് തെങ്ങും കവുങ്ങും വാഴയും മരച്ചീനിയും കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങളിപ്പം ആ സ്ഥലത്തിൻ്റെ 10 ഏക്കറും തൊഴിലുറപ്പ് പദ്ധതിയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് 5 ഏക്കർ വയലാക്കി മാറ്റി കഴിഞ്ഞു. അപ്പോൾ ആ വയലിൽ ഈ 2-ാം തീയതി ഞങ്ങൾ വിത്തിടുന്നതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ബാക്കി 5 ഏക്കർ ഇപ്പോൾ അവിടെ കുറച്ച് സ്ഥലം കൂടെ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. മരച്ചീനി വിളവെടുത്ത് കഴിഞ്ഞാൽ അതും കൂടെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ 10 ഏക്കർ പുതിയതായിട്ട് ഞങ്ങൾക്ക് അവിടെ വയൽ അത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നെൽകൃഷിയും 3-ാം വിളക്കാലത്ത് ആ ഏരിയ മൊത്തം നമ്മൾ പച്ചക്കറി കൃഷിയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ ഈ ഒരു എക്സർസൈസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എത്രമാത്രം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു ഫിസിക്കലായിട്ട്? അതായത് ഫിസിക്കലായിട്ട് ഞാൻ പറയുന്നത് അവിടെ പശു ഉണ്ടെങ്കിൽ പശുവിൻ്റെ പാല് മാത്രം നോക്കരുത്, പശുവിൻ്റെ ചാണകം അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതുപോലെ കോഴിയാണെങ്കിൽ കോഴിക്കാഷ്ടം ഒരു 1-ാം തരം വളമാണ്, പച്ചക്കറിക്ക് അതുപോലെ നല്ല വളമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അക്കൗണ്ട് ചെയ്തിട്ട് ഈ 50 ഏക്കറിനകത്ത് കൃഷിക്കാർ ഒരു വർഷത്തിൽ എത്ര വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, അതിലെത്ര ആദായം അവർക്ക് കിട്ടുന്നുണ്ട്, അവരിതിൽ തുടരാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഇതിൽ വീട്ടമ്മമാരുടെ കയ്യിൽ ഈ എക്സർസൈസിൽ കൂടുതൽ പണം വരുന്നു. അതാണ് അതിൽ പ്രധാനം. അവരുടെ കയ്യിൽ പണം വന്നാലേ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി കിട്ടൂ. ആണുങ്ങളെ പണം കിട്ടാൻ ഒരു പക്ഷേ സസ്റ്റൈനബിലിറ്റി കിട്ടിയില്ല എന്ന് വരും. എന്ന് മാത്രമല്ല ഇത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന വേങ്ങോട് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സുവർണ സമ്മാനമായിട്ട് നിങ്ങൾ വളർത്തിയെടുത്തിട്ട് അത് പ്രചരിപ്പിക്കുകയും അത് കാണാൻ ആളുകളെ ക്ഷണിക്കേണ്ട ചുമതല പഞ്ചായത്ത് പ്രസിഡന്റാണ്. മാതൃകാ കൃഷിത്തോട്ടം എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അവിടെ ജൈവ കൃഷിയാണോ മുഴുവൻ? ഇല്ല സാർ, നമുക്ക് ജൈവ കൃഷി ആരംഭിക്കാനുള്ള സ്റ്റേജ് എത്തിയിട്ടില്ല. കാരണം നമുക്ക് ഇപ്പം നിലവിൽ നമ്മുടെ ഉൽപ്പാദനം പരമാവധി ആക്കുക എന്നുള്ള കൃഷി. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ തന്നെ നമ്മൾ പരമാവധി കീടനാശിനികൾ വിഷമുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കണം തീർച്ചയായും സാർ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കൃഷി മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞാലും അതിനുള്ളൊരു ഇപ്പോഴത്തെ കാലത്ത് അതിനുള്ള പ്രാധാന്യം വരില്ല. അതുകൊണ്ട് ജൈവ കൃഷിയാക്കി മാറ്റുക, അതിനുള്ള കഠിന ശ്രമം നടത്തണമെന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ മദ്യത്തിന്റെ സ്ഥിതി എങ്ങനെയാ? മദ്യത്തിന്റെ നമ്മുടെ പഞ്ചായത്തിൽ മദ്യത്തിന്റെ ഒരു വലിയ പ്രശ്നങ്ങളില്ല. മദ്യം വാറ്റുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കുറേ മുൻപേ ജനങ്ങളെ വാറ്റല്ല ഞാൻ ചോദിച്ചത്, മദ്യം എന്നാണ് ഞാൻ ചോദിച്ചത്, വാറ്റല്ല പ്രശ്നം. വല്ല ലീഗലായ മദ്യം തന്നെ, നല്ല മദ്യം ധാരാളം ഒരുപാട് മദ്യപന്മാരുണ്ടോന്നാണ് ചോദിച്ചത്. മദ്യപന്മാരൊക്കെ ഉണ്ട്, അതില്ലാന്ന് പറഞ്ഞ് പൊങ്ങച്ചായി പോകും. ഇല്ലെന്നല്ല, വളരെ രീതിയിൽ ഇല്ല എന്നുള്ളതാണ്. മദ്യപന്മാരുണ്ട്. എനിക്കൊരു കാര്യമാണ് അറിയാനുള്ള, ഇതുകൊണ്ട് തകരുന്ന കുടുംബങ്ങൾ നിങ്ങൾ ജാഗ്രതാ സമിതി മുഖേന അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ജാഗ്രതാ സമിതിയുടെ ഒരു നല്ല പ്രവർത്തനം നടക്കുന്ന പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ഇപ്പം ഒരുപാട് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ 6 കേസുകൾ നമ്മൾ വളരെ വിജയകരമായി തന്നെ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ലെ, മദ്യം കൊണ്ടുള്ള മദ്യം കൊണ്ടുള്ളത് ഒറ്റ ഒരു കേസ് മാത്രമേ മദ്യം കൊണ്ടുള്ളത് ഉണ്ടായിട്ടുള്ളൂ. വലിയ അത്ഭുതമാണ്. കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ ജാഗ്രതാ സമിതിയുടെ മുമ്പിൽ വരണമെങ്കിൽ ഇവിടെ പരിഹാരം കിട്ടും എന്ന് ഉള്ള
ഒരു വിശ്വാസം സ്ത്രീകൾക്കുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി കുറെ കൂടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തണം. അപ്പോൾ ഒരു കേസേ വരുന്നുള്ളൂ എന്നൊന്നും പറയേണ്ടി വരികയില്ല. ഇഷ്ടംപോലെ കേസ് ഉണ്ടായിരിക്കും. നല്ലതായിരുന്നു അല്ലേ ജൂറിയുമായിട്ടുള്ള ആശയവിനിമയം? നല്ലതായിരുന്നു. മാർക്ക് ചോദിക്കട്ടെ? ചോദിക്കാം. കണ്ണമാഷേ, അവര് എൻ്റെ മാർക്ക് ഇട്ടിരിക്കുന്നത് മാർക്ക് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ അവർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് 15, 15-ൽ 13. 15-ൽ 12.5. 10-8. 10-ൽ 8. വേങ്ങാട് പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 60-ൽ 49.5. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് താല്പര്യം തോന്നിയെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. SMS അയക്കണം. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് VGD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക്. SMS അയക്കുന്ന നമ്പർ 537252. ഗ്രീൻ കേരള എക്സ്പ്രസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം എത്തുന്നു ആലപ്പുഴ ജില്ലയിലെ വിയപുരം ഗ്രാമപഞ്ചായത്ത്. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. എല്ലാവർക്കും കൃഷിക്കാരൻ താങ്ങായി നിന്നിടുന്നു. ചൊല്ലിടാം ലോകത്തേരിൻ അച്ചാണി കൃഷിവലൻ. ലോകമാകുന്ന തേരിന്റെ അച്ചാണിയാണ് കൃഷിവലൻ എന്ന് ഈ തിരുക്കുറൽ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ആലപ്പുഴയിൽ നിന്നെത്തിയ വിയപുരം ഗ്രാമപഞ്ചായത്തിനെ വേദിയിലേക്ക്. വിയപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നെത്തിയിരിക്കുന്നു പ്രസിഡന്റ് ഐസൻ മാത്യു, വൈസ് പ്രസിഡന്റ് ആർ ഗോപി, വികസന ചെയർമാൻ KS ശശിധര പണിക്കർ, സെക്രട്ടറി K നാരായണൻ നായർ, കൃഷി ഓഫീസർ S രമണി. ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പ്രസിഡന്റിനെ ക്ഷണിക്കാം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ എന്താണ് വിയപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസക്തി? പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറെ അതിർത്തി പങ്കിടുന്ന ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ നെൽകൃഷി മുഖ്യ വിളയായി കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വിയപുരം. പഞ്ചപാണ്ഡവന്മാരിൽ ഭീമൻ ബഹനെ നിഗ്രഹിക്കുവാനായിട്ട് വിയപുരത്ത് വന്നു. അങ്ങനെ ബഹപുരം ലോപിച്ചാണ് വിയപുരം എന്ന പ്രദേശമുണ്ടായതെന്നാണ് ഐതിഹ്യം. വള്ളംകളിയുടെ നാടാണ് വിയപുരം. ചരിത്രപ്രസിദ്ധമായ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുവോണം, ഔട്ടം, ചതയം നാളുകളിൽ ജലോത്സവം നടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. പായിപ്പാട് വള്ളംകളി നടക്കുന്ന ഒരു പ്രദേശമാണ് വിയപുരം. കർഷക നേതാവും കർഷക മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ ഇ ജോൺ ജേക്കബിൻ്റെ നാടാണ് വിയപുരം. മുൻ MLAയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ളയുടെ നാടുമാണ് വിയപുരം. വിയപുരത്തിന്റെ ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കാണാം. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിന്റെ ഭാഗമായ കാർത്തികപ്പള്ളി താലൂക്കിലെ വടക്കു കിഴക്ക് ഭാഗത്തുള്ള ഗ്രാമീണ കാർഷിക പ്രദേശമാണ് വിയപുരം ഗ്രാമപഞ്ചായത്ത്. പണ്ട് പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമസൻ ബഹനെ വധിക്കാനായി ഇവിടെ വന്നു താമസിച്ചിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തിന് ഭീമപുരം എന്ന പേര് വന്നു. ഭീമപുരം ലോപിച്ച് ലോപിച്ച് വിയപുരമായി മാറി എന്നാണ് ഐതിഹ്യം. ചുണ്ടൻ വള്ളങ്ങളുടെ രാജാക്കന്മാരായ കാരിച്ചാൽ, പായിപ്പാടൻ, വെള്ളംകുളങ്ങര, ശ്രീഗണേഷ് തുടങ്ങിയ ചുണ്ടൻ വള്ളങ്ങളുടെയും പട്ടേരിപ്പുഴയ്ക്കൽ വെപ്പുവെള്ളത്തിന്റെയും നാടാണിത്.
തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ തടി ഡിപ്പോയാണ് ഈ കാണുന്നത്. ഇതിന് ഏകദേശം 500 വർഷത്തിലേറെ പഴക്കം വരും. പണ്ടൊക്കെ ഇവിടേക്ക് തടി എത്തിച്ചുകൊണ്ടിരുന്നത് പമ്പാ നദിയിലൂടെ ചങ്ങാടത്തിലേറ്റിയായിരുന്നു. ഇപ്പോഴും ആ പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇവിടെ തടിലേലം നടന്നു വരുന്നു. സർ, വിയപുരം പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? നെൽകൃഷി മുഖ്യവിളയായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമഗ്ര നെൽകൃഷി വികസനവും അതുപോലെ കരകൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സമഗ്ര തെങ്ങ് കൃഷി വികസനവും പുതിയ ഒരു സംരംഭമായിട്ട് ആരോഗ്യരംഗത്ത് അംഗനവാടി കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആയുർവേദ മരുന്ന് നൽകിക്കൊണ്ട് അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയുമായിട്ടാണ് വിയപുരം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. പമ്പയുടെയും അച്ചൻകോവിലാറിന്റെയും ഇരുകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് വിയ്യാപുരം. കരഭൂമിയേക്കാളേറെ വയലേലകളുള്ള ഈ ഗ്രാമം കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിന്റെ ഒരു ഭാഗം കൂടിയാണ്. മുപ്പായിക്കേരി മുട്ടുംപാട പാടശേഖരമാണ് ഈ കാണുന്നത്. 250 ഏക്കറോളം വരുന്ന ഈ ഭൂമി പണ്ട് തരിശായി കിടക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ ഫണ്ടും രാഷ്ട്രീയ കൃഷി വികാസ യോജന പദ്ധതി പ്രകാരം ഈ ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയെടുത്തിരിക്കുകയാണ്. ഈ പാടശേഖരത്തിലൂടെ ഒഴുകുന്ന മാണിക്കത്താരി തോടാണിത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ തോടിന്റെ ആഴം കൂട്ടി കൃഷിക്ക് പ്രയോജനപ്പെടുത്തി വരുന്നു. ഒരു പൂ കൃഷി രീതിയിൽ 2 വർഷങ്ങളിലായി 1000 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിറക്കാൻ ഇവിടത്തുകാർക്ക് കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിലെ 90% കൃഷിമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കരിപ്പാടം പാടശേഖര സമിതിയുടെ സെക്രട്ടറിയായ ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ചേട്ടനോട് ഇവിടുത്തെ നെൽകൃഷിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, ഇവിടുത്തെ നെൽകൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടുത്തെ നെൽകൃഷി 1990 മുതൽ ഈ പാടശേഖരം ഗ്രൂപ്പ് ഫാമിംഗ് സ്കീമിൽ ഉൾപ്പെട്ട. അതിനുശേഷം ഈ പാടശേഖരത്തിലെ മുഴുവൻ കൃഷിക്കാരും ഏതാണ്ട് 53 ചെറുകിട കർഷകർ ഉള്ള ഒരു പാടശേഖരം. ഞങ്ങളുടെ പാടശേഖരത്തിന് വിസ്തീർണം എന്ന് പറയുന്നത് 90 ഏക്കർ വിസ്തീർണമാണ് ഉള്ളത്. പഞ്ചായത്തിൽ നിന്നുള്ള സഹായം? പഞ്ചായത്തിൽ നിന്നുള്ള നല്ല സഹായങ്ങൾ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 3-4 വർഷക്കാലം കൊണ്ട് പഞ്ചായത്തിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ ഈ മോട്ടോറ പെട്ടിപ്പറ, പിന്നെ ഈ വാച്ചാലുകൾ തെളിക്കുക, തൊഴിലുറപ്പ് പദ്ധതി ഈ വർഷവും വാച്ചാലുകൾ തെളിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെ ഏക്കറിന് 1 കിൻഡൽ കക്ക വെച്ച് ഓരോ കർഷകർക്കും തരികയും കൂടാതെ ഏതാണ്ട് 600 രൂപ വെച്ചുള്ള വിവിധ ഇനം സബ്സിഡികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ 2009-2010 ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മോട്ടോറുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഏതാണ്ട് 25,000 രൂപ പിന്നെ പ്രത്യേക ഘടക പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെ വകയായിട്ട് കിട്ടും. പഞ്ചായത്തിൻ്റെ നല്ല സഹകരണം. കൂടാതെ ഈ തരിശുനിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിന് പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും മറ്റും ലഭിച്ചിട്ടുണ്ട്. നെൽകൃഷിക്ക് മാത്രമല്ല, ഇവിടെ തെങ്ങു കൃഷിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു തെങ്ങിൽ നിന്ന് ഒരു വർഷം 70 തേങ്ങയോളം ആദായം ലഭിക്കുന്നു. ഇവിടുത്തെ പ്രധാന നാളികേര കർഷകനായ ബഷീറൂട്ടി ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് ഇവിടുത്തെ നാളികേര കൃഷിയെ കുറിച്ച്. എത്രത്തോളം സ്ഥലത്താണ് ഇപ്പോൾ ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നത്? എനിക്കിപ്പോൾ 1.5 ഏക്കർ തെങ്ങ് കൃഷിയുണ്ട്. അല്ലേ? എങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഇതിനു വേണ്ടി പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 9-10 ചെറിയ ആസൂത്രണത്തിൽ തെങ്ങിന് ജൈവവളം ഉണ്ടായിരുന്നു. അത് വേപ്പ് മണ്ണാക്ക്, പിന്നെ നീറ്റൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, നാളികേര കൃഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത്? ജനകീയാസൂത്രണത്തിന് 2009-10 സാമ്പത്തിക വർഷത്തിൽ ജൈവവളം കിട്ടി. പിന്നെ തെങ്ങ് വെട്ടെന്നുള്ള ആനുകൂല്യം ഉണ്ടായി. ഒരു തെങ്ങ് വെട്ട് മാറ്റുന്നതിന് 250 രൂപ ഒരു തെങ്ങും ചെയ്യും. ഇങ്ങനെ 2 പ്രോജക്റ്റാണ് പഞ്ചായത്ത് നടത്തുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നീറ്റൊക്കെയും വാച്ചാത്തോടെ ആ സമയം വെട്ടി മാറ്റി. അതുകൊണ്ട് തോട് തെളിക്കുന്ന ആ പദ്ധതി കൃഷിയിൽ വളരെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രയോജനമായിരുന്നു ആ വാച്ചാത്തോട് വെട്ടി. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ